പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുകയാണ്. നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന ബാധ്യതകളിൽ പെട്ട ഏറ്റവും വലിയൊരു ബാധ്യതയാണ് മാനസിക സംഘർഷങ്ങളില്ലാതെ നിലനിൽക്കുക എന്നുള്ളത്. ചെറിയ ഒരു പ്രയാസം വരുമ്പോഴേക്ക്, ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്ക് മനസ്സിന്റെ നില തെറ്റിപ്പോകുന്ന, മറ്റു രീതിയിലൊക്കെ ആത്മഹത്യയിലേക്ക് വരെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുള്ള അല്ലെങ്കിൽ യുവജനങ്ങളുള്ള ഒരു ലോകത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത്. അനാവശ്യമായ ടെൻഷനുകളൊക്കെ മാറ്റിവെച്ച് കൃത്യമായ ഇടവേളകളിൽ മെഡിറ്റേഷൻ ചെയ്ത് വ്യായാമത്തോടു കൂടി നമുക്ക് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മാനസിക നിലയിലും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കും. അതുവഴി അനാവശ്യ ടെൻഷനുകൾ മാറ്റിവെക്കാൻ സാധിക്കും. അപ്പോ ടെൻഷൻ ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ തരണം ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി നാം ചെയ്യേണ്ടത്. നമുക്ക് മുകളിൽ ആകാശം ഇടിഞ്ഞു വീണാലും ആ ആകാശത്തിന് മുകളിലൂടെ നടന്നു പോയേക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നാം മാറേണ്ടതുണ്ട്. നമുക്ക് മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് മുകളിൽ തോണി എന്ന് പണ്ട് പലരും പറഞ്ഞതുപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ആളുകളെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് അവരനെ കേട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയുന്നതാണെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു പരിധിവരെ മറ്റുള്ളവരെ പോലും നമുക്ക് അവരുടെ മാനസികാരോഗ്യ നില വഷളാകുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കാതെ അവരെയും അതിൽ നിന്ന് പിന്മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടുകൂടിയുള്ള നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിടാം.